മകളെ, ജെറുസലേം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ അനേകായിരങ്ങൾ ഒരുമിച്ച് ചേരുന്നത് കണ്ട് സ്വർഗം കൈകളടിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? നിങ്ങളെല്ലാവരും ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. നിങ്ങളുടെ ഏറ്റവും ചെറിയ പ്രാർത്ഥനാ നിയോഗങ്ങളും നിങ്ങളുടെ വലിയ വലിയ സങ്കടങ്ങളും ഈശോയുടെ കരങ്ങൾക്ക് അർപ്പണം ചെയ്യുകയാണ്. വിശുദ്ധരിലൂടെയുള്ള തീർത്ഥയാത്രയിലാണ് നമ്മൾ. ഇന്ന് രക്തസാക്ഷിണിയായ ഒരു വിശുദ്ധ പ്രിസ്ക ഒരുപക്ഷെ അധികമാരും കേട്ടിട്ടില്ലായിരിക്കാം. ആ വിശുദ്ധ നമ്മുടെ ജീവിതത്തിന് വലിയ പ്രത്യാശ പകരുന്നു. കർത്താവിൻ്റെ വചനം കേൾക്കാം. റോമക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യം. കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യവും പ്രത്യാശയും ഉളവാക്കുന്നുവെന്ന് നാം അറിയുന്നു. മകളെ, അപ്പസ്തോലനായ വിശുദ്ധ പത്രോസിൽ നിന്നും മാമോദീസ സ്വീകരിച്ച ഒരു പെൺകുട്ടിയാണ് വിശുദ്ധ പ്രിസ്ക. ക്രിസ്ത്യാനി എന്ന് കേട്ടാൽ അവരെ ബന്ധിച്ച് വക വരുത്തുന്നൊരു കാലഘട്ടത്തിൽ അവൾ മാമോദീസ സ്വീകരിക്കുന്നത് ധീരതയോടെയാണ്. അവളെ പിടിച്ചു കെട്ടി കൊണ്ടുവരുവാൻ ചക്രവർത്തി ആജ്ഞ കൊടുത്തു. യേശുവിനെ ഉപേക്ഷിക്കാൻ ദേവന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തി ബലിയർപ്പിച്ചാൽ നിന്നെ വിട്ടയക്കാമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ മുൻപിൽ മാത്രമേ മുട്ടുമടക്കൂ, യേശുവിനെ മാത്രമേ ഞാൻ ആരാധിക്കൂ. അവളെ ക്രൂരമായി മർദ്ദിച്ച ശേഷം തടവറയിലിട്ടു. പിറ്റേ ദിവസം വീണ്ടും ചോദിച്ചു, നീ യേശുവിനെ ഉപേക്ഷിക്കാൻ തയ്യാറാണോ? പ്രിസ്ക പറഞ്ഞു, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു, ഞാൻ യേശുവിനെ മാത്രമേ ആരാധിക്കൂ. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അവളുടെ വസ്ത്രം ഉരിഞ്ഞെടുക്കുവാൻ ചക്രവർത്തി ആജ്ഞ കൊടുത്തു. അവളുടെ വസ്ത്രം ഉരിഞ്ഞെടുത്തപ്പോൾ ഒരു ദിവ്യമായ പ്രകാശം അവളെ പൊതിഞ്ഞു. ഇരുമ്പ് കമ്പികൾ കൊണ്ട് അവളെ അടിച്ചു. ഓരോ മുറിവിൽ നിന്നും സുഗന്ധമൊഴുകാൻ തുടങ്ങി. വീണ്ടും അവളെ തടവറയിലിട്ടു. പീഡകളുടെ മുമ്പിൽ അവൾ പതറിപ്പോയില്ല. പിറ്റേ ദിവസം വന്നിട്ട് വീണ്ടും ചോദിച്ചു, നീ യേശുവിനെ ഉപേക്ഷിക്കാൻ തയ്യാറാണോ? അവൾ പറഞ്ഞു, ഇല്ല. അവളെ സിംഹങ്ങളുടെ വായിലേക്ക് വലിച്ചെറിഞ്ഞു. സിംഹങ്ങൾ അവളെ തൊട്ടില്ല. വീണ്ടും അവളെ അഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞു. അഗ്നിജ്വാലകൾ അവളെ സ്പർശിച്ചില്ല. ഒരു വലിയ പ്രകാശം അവളെ ചൂഴ്ന്നു നിന്നിരുന്നു. ചക്രവർത്തി ആജ്ഞ കൊടുത്തു, തല മുണ്ടനം ചെയ്ത് കഴുത്ത് വെട്ടി കൊല്ലുവാനായിട്ട്. അങ്ങനെ രക്തസാക്ഷിണിയായി ക്രിസ്തുവിന് വേണ്ടി അവൾ മരിച്ചു. പ്രിയപ്പെട്ടവരെ, 1-ാം പ്രമാണത്തിനെതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ ഇതാ വിശുദ്ധയായിരിക്കുന്ന പ്രിസ്ക കടന്നു വന്ന് രക്ഷിക്കട്ടെ. ദുർമന്ത്രവാദങ്ങൾ, ക്ഷുദ്രപ്രവർത്തികൾ, ഇതിനകപ്പെട്ടവർക്ക് ഒരു മാനസാന്തരം ഉണ്ടാകട്ടെ. അകാരണമായ ഭയം, അടിമത്തം എന്നിവ നിലനിൽക്കുന്ന കുടുംബങ്ങളിലേക്ക് വിശുദ്ധ പ്രിസ്ക കടന്നു വരട്ടെ. കടുത്ത നിരാശ, കടുത്തതായിരിക്കുന്ന വേദനകൾ, അതുപോലെ തന്നെ അശ്ലീലമായ സ്വഭാവങ്ങൾ, വിട്ടുമാറാത്ത ദുശീലങ്ങൾ, ഇവയിൽ അകപ്പെട്ടവർക്ക് വിശുദ്ധയായ പ്രിസ്ക കടന്നു വന്ന് അത്ഭുതങ്ങളുടെ അനുഗ്രഹം ആ മകളിലൂടെ നമ്മുടെ കുടുംബത്തിലേക്കും വ്യക്തിയിലേക്കും ഒഴുകട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.